ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനാഭാഗം സങ്കീർത്തനങ്ങൾ 5 മുതൽ 8 വരെ. ഇന്നത്തെ കുറിവാക്യം സങ്കീർത്തനം 7:1. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നുള്ള വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗീതമാണ് ഈ സങ്കീർത്തനം. ദാവീദ് എഴുതിയ ഒരു വിലാപഗാനമായി ഈ സങ്കീർത്തനത്തെ കരുതുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ അവസ്ഥയിൽ നിന്നാണ് ഈ സങ്കീർത്തനം ഉത്ഭവിക്കുന്നത്. എന്നാൽ വിശ്വാസത്തിൻ്റെ ആശ്രയബോധവും നല്ല മനസാക്ഷിയുടെ തിളക്കവുമുള്ള ഈ സങ്കീർത്തനം ഭക്തനായ ഇയ്യോബിൻ്റെ ജീവിതവുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. മാത്രവുമല്ല, ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് ഒരു ദുരൂഹതയായി നിലനിൽക്കുന്നു. കാരണം തിരുവചനത്തിൽ ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഇടങ്ങളിലൊന്നും ഇങ്ങനെ ഒരു അനുഭവം നാം കാണുന്നില്ല. ചിലപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിലെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു അനുഭവവും ആകാമെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഈ ഭാഗത്ത് നിന്നും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവത്തിൻ്റെ പരമാധികാരം നമുക്കിവിടെ ദർശിക്കാം. തന്നെ വേട്ടയാടുന്ന ശത്രുക്കളെക്കുറിച്ച് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവർ തനിക്കെതിരെ വ്യാജമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നാണ്. ഇത്തരം അനുഭവങ്ങളിൽ ഒരു ദൈവ പൈതൽ എവിടെയാണ് തൻ്റെ ആശ്രയം കണ്ടെത്തേണ്ടത് എന്ന് ഈ സങ്കീർത്തനത്തിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ തനിക്കെതിരായി നിൽക്കുന്ന ശത്രുക്കളെ സങ്കീർത്തനക്കാരൻ വില കുറച്ച് കാണുന്നില്ല. സിംഹത്തെ പോലെ കീറിക്കളയുവാൻ ശേഷിയുള്ളവരാണ് തൻ്റെ ശത്രുക്കൾ. എന്നാൽ അതിൻ്റെ എത്രയോ മടങ്ങ് ശക്തിയുള്ളവനാണ് എൻ്റെ ദൈവം. ദൈവത്തിൻ്റെ ആ പരമാധികാരത്തിൽ സങ്കീർത്തനക്കാരൻ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ശോധനകൾ വരുമ്പോൾ പരാതിയല്ല, പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ആയുധവും പ്രതികരണവും. ഒരു ദൈവ പൈതലിന് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക എന്നതല്ല, ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയാണ് ദൈവത്തോട് ചേർന്ന് ആർജിച്ചെടുക്കേണ്ടത്. ഇവിടെ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ആശ്രയിക്കുന്ന സങ്കീർത്തനക്കാരനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. രണ്ടാമതായിട്ട്, ഈ പരമാധികാരത്തിൻ്റെ ശക്തി ആർക്കാണ് അനുഭവിക്കുവാൻ കഴിയുന്നത്? ഹൃദയ നിർമ്മലതയുള്ളവർക്കാണ് അത് ലഭിക്കുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ ആത്മശോധന നടത്തുവാൻ തയ്യാറാകുന്നു. ദൈവസന്നിധിയിൽ തന്നെ നീതീകരിക്കുകയല്ല, പിന്നെയോ തന്നെ പരിശോധിക്കുന്നു. 3-ാം വാക്യത്തിൽ അത് നാം കാണുന്നു. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ എന്ന് അദ്ദേഹം പറയുന്നു. താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ഏറ്റെടുക്കുവാൻ തയ്യാറാണ് എന്നാണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തോട് നാം നീതിക്കായി അപേക്ഷിക്കുന്നതിന് മുമ്പ് നമ്മെ തന്നെ ശോധന ചെയ്യുക. സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ് ദൈവകൃപയുടെ കവിഞ്ഞൊഴുക്ക് സാധ്യമാക്കുന്നത് എന്നാണ്. അതിനാൽ നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കാം. എൻ്റെ പ്രശ്നങ്ങളിൽ ഞാൻ ആശ്രയിക്കുന്നത് മനുഷ്യരിലാണോ ദൈവത്തിലാണോ? ദൈവകൃപയുടെ കവിഞ്ഞൊഴുക്ക് എന്നിൽ സാധ്യമാകുന്നുണ്ടോ? പ്രിയമുള്ളവരെ, സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ആമേൻ.